രാജ്യത്തെ രാഷ്ട്രീയത്തിലെ കുടുംബ വാഴ്ചയുടെ ഉത്തമ ഉദാഹരണമാണ് അസമിലെ കോൺഗ്രസ്. മുൻ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയിയുടെ മകൻ ഗൗരവ് ഗൊഗോയിയാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. പിതാവിന് പിന്നാലെ മുഖ്യമന്ത്രിയാകാൻ കുപ്പായം തുന്നിയ ഗൗരവ് ഗൊഗോയ്ക്ക് പക്ഷേ പിന്തുണയോ കരുത്തുറ്റ സഖ്യകക്ഷികളുടെ പിന്തുണയോ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത്. രാഹുൽ ഗാന്ധിയിൽ തുടങ്ങുന്ന കോൺഗ്രസിലെ മക്കൾ രാഷ്ട്രീയത്തിന്റെ വടക്കുകിഴക്കിലെ ഉദാഹരണമാണ് ഗൗരവ് ഗൊഗോയ്. മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി തരുൺ ഗൊഗോയിയുടെ മകനായി പിറന്ന രാഷ്ട്രീയത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച ഗൗരവിന് ഇനി ആഗ്രഹം കുടുംബസ്വത്തായി കാണുന്ന അസമിന്റെ മുഖ്യമന്ത്രി പദം മാത്രമാണ്. പക്ഷേ ഇക്കുറി കാര്യങ്ങൾ കോൺഗ്രസിന് അത്ര അനുകൂലമല്ല. രണ്ട് പ്രധാന സഖ്യകക്ഷികളുടെ പിന്തുണയില്ലാതെയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് എന്നിവയാണത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ചേർന്ന് സഖ്യം രൂപീകരിച്ചിരുന്ന ഇരു പാർട്ടികളും ഇപ്പോൾ വ്യത്യസ്ത വഴികളിലാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ AIUDF തനിച്ചു മത്സരിക്കുമെന്ന് ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. BPF വീണ്ടും NDA പാളയത്തിൽ എത്തിക്കഴിഞ്ഞു. ഇരു പാർട്ടികൾക്കും അവരവരുടെ പ്രദേശങ്ങളിൽ ശക്തമായ പിന്തുണയുണ്ട്. കോൺഗ്രസുമായുള്ള സഖ്യത്തിൽ AIUDF മത്സരിച്ച 20 സീറ്റുകളിൽ 2021 15 ജയിച്ചിരുന്നു. ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 12 സീറ്റുകളിൽ മത്സരിച്ച് 4 സീറ്റിൽ ഒതുങ്ങി. അതേസമയം ദുർബലമായ കേഡർ സംവിധാനം കോൺഗ്രസിന് അസമിലും കനത്ത വെല്ലുവിളിയാണ്. കുടുംബാധിപത്യമെന്ന ആരോപണം ഗൗരവ് ഗൊഗോയ്ക്കെതിരെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട്. 90-ലധികം തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിലാണ് നിലവിൽ കോൺഗ്രസിന്റെ ഏക പ്രതീക്ഷ. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.